ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈ വേനൽക്കാലത്തിന് പറ്റിയൊരു ഡ്രിങ്ക് കണ്ടാലോ. കുട്ടികൾക്ക് കൂടി ഇഷ്ടപ്പെട്ട മാംഗോ ഫ്രൂട്ടിയാണ്. അപ്പോൾ കണ്ടാലോ. അതിന് പഴുത്ത മാങ്ങ 2 കട്ട് ചെയ്തത്, ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ആ മാങ്ങ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമായ പഞ്ചസാര കൂടി ചേർക്കാം. പിന്നെ ആവശ്യമായി വരുന്നത് വെള്ളം, കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി തിളച്ച് വരുമ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കണം. പിന്നെ അത് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഒഴിച്ച്, വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യില്ല, ആ വെള്ളം മാത്രം മതി. എന്നിട്ട് പൾപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത് നല്ലൊരു അരിപ്പ എടുത്ത് നമുക്കിത് അരിച്ചെടുക്കണം. നമുക്കിതിൻ്റെ പൾപ്പ് മാത്രം മതി, നാരുകളൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു അരമുറി നാരങ്ങയൊന്ന് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഫ്രൂട്ടിക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത് ആവശ്യാനുസരണം നമുക്കിനി ആ വെള്ളം കൂടി ആഡ് ചെയ്ത് ആ പൾപ്പ് നമുക്ക് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ലൂസാക്കിയത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിക്കാം. അങ്ങനെ തണുപ്പിച്ച ജ്യൂസാണിത്, ഫ്രൂട്ടിയാണ്. അത് നമുക്ക് എടുത്ത് ആവശ്യാനുസരണം ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലോട്ട് പകർന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ തണുപ്പ് കാലത്ത് കടയിൽ നിന്നൊന്നും മേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മാംഗോ ഫ്രൂട്ടി എളുപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമായി വരുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ഡ്രിങ്ക്സ് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാവുന്നതാണ്. സിമ്പിളാണ്, നമുക്കും കുടിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മാംഗോ ഫ്രൂട്ടിയാണ്. അപ്പോൾ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി കാണാം.